Dear students, welcome to Easy Math Online Learning Academy. I am Babu. Now we are going to start integral transforms. Integral transforms is the fifth paper of the final year BSc Mathematics main students. Prescribed textbook for this paper is Advanced Engineering Mathematics written by Erwin Kreisig. Advanced Engineering Mathematics 10th edition. Advanced Engineering Mathematics 10th edition written by Erwin Kreisig. ഈ പേപ്പറിൽ 2 മൊഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമും സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോമാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം. Module first Laplace LAPLAC transform, and module second Fourier series and Fourier transforms. Fourier series and Fourier transform. അങ്ങനെ 2 മൊഡ്യൂളുകളാണ് ഈ പേപ്പറിൽ, അതായത് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന പേപ്പറിനകത്തുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിലേക്ക് വരാം. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു സ്പേസിലുള്ള ഒരു ഫംഗ്ഷനെ മറ്റൊരു സ്പേസിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. A function in on space is transformed to a function in another space by means of integrals. അതിനെയാണ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ഇൻ ഓൺ സ്പേസ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഓർ ചേഞ്ച്ഡ് ഇൻ ടു എ ഫംഗ്ഷൻ ഇൻ അനദർ സ്പേസ്. ഫംഗ്ഷൻ ഇൻ അനദർ സ്പേസ് ഈസ് ബൈ മീൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. ബൈ മീൻസ് ഓഫ് ഇൻ്റഗ്രൽസ് ഈസ് നോൺ ആസ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിലെ വളരെ പ്രധാനപ്പെട്ട 2 ട്രാൻസ്ഫോമുകളാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്നത്. അതായത് ഒന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോമും രണ്ടാമത്തത് ഫോറിയർ ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രൽസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ സാധാരണ കേസിൽ ഫംഗ്ഷൻ ഒറിജിനൽ ഫംഗ്ഷനെ സാധാരണ ലോവർ കേസ് ലെറ്റർ കൊണ്ടും, നമ്മുടെ ടെക്സ്റ്റിലാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഫംഗ്ഷൻ that is function to be transformed is denoted by lowercase letters of English alphabet. Example, f of t, gt, etc. And the transformed functions are denoted by uppercase or capital letters. Capital letters or uppercase letters of English alphabet. Example ആയിട്ട് നമുക്ക് f of ഇവിടെ വേരിയബിളും ഇവിടെ t ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. വിത്ത് വേരിയബിൾ t, f of s, g of s, etc.
വിത്ത് വേരിയബിൾ എസ്. അപ്പോൾ അവിടെ രണ്ട് വേരിയബിൾ ഒരു സ്പേസിൽ ചേഞ്ചസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ വേരിയബിൾ ടി ഉപയോഗിക്കുന്നു. അത് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അതുപോലെ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വേരിയബിളായിട്ട് നമ്മൾ എസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിളിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുണ്ടായിരിക്കണം. അതിനെ കേണൽ ഓഫ് ദ ട്രാൻസ്ഫോം എന്നാണ് അറിയപ്പെടുന്നത്. കേണൽ ഓഫ് ദി ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസ് IFS or TFS or FFS. Integral transforms IFS or TFS or LFS is given by or defined by f of s is equal to integral a to b f of t into k of s t dt. f of t into k of s t dt. അങ്ങനെ ടിക്ക് വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എസിലെ ഫംഗ്ഷൻ കിട്ടുന്നത്. വേർ കെ ഓഫ് എസ് ടി ഇസ് നോൺ ആസ് ദി kernel of integration, kernel of the transform. K of s is known as the kernel of the transform. Here kernel is a function in two variable. Kernel is a function in two variable. Here the variables are s and t. S and t are independent variables ആണ് അവിടെ. എസ് ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുപോലെ ടി ഏതിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ എസ് ആൻഡ് ടി ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. അതേപോലെ ഈ റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ ഇത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ഫോം പോസിബിൾ ആണെങ്കിൽ ദ ഇൻ്റഗ്രൽ ഷുഡ് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ഫോം പോസിബിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എസ് എന്നുള്ള ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫോം പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഇൻറ്റു കെ എഫ് എസ് ടി ഡി ടി അങ്ങനെ വരുമ്പോഴാണ് ഈ എഫ് ടി എന്നുള്ള ഫംഗ്ഷനെ എഫ് എസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. എഫ് ടി എന്നുള്ള ഫംഗ്ഷനെ എഫ് എസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ദി കേണൽ കെ ഓഫ് എസ് ടി. അപ്പോൾ ഈ കേണൽ എന്നുള്ളത് കെ ഓഫ് എസ് ടി എന്നുള്ള കേണൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ആകുമ്പോൾ ട്രാൻസ്ഫോം ലാപ്ലാസ് ട്രാൻസ്ഫോം ആവും. അതുപോലെ തന്നെ എ ബി എന്നുള്ള ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. കെ ഓഫ് എസ് ടി കേണൽ ഓഫ് ദ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻ ദി ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. അതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ബി ടെൻസ് ടു ഇൻഫിനിറ്റി. Then the integral transform becomes the Laplace transform. Integral transform becomes the Laplace transform. Then the integral transform becomes the Laplace transform. That is, if the interval of the limit of integration if a is equal to 0 and b tends to infinity and k of s t is equal to e raised to minus st for t greater than or equal to 0 and equal to 0 otherwise, then the integral transform is known as Laplace transform. Laplace transform അതിനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആകുമ്പോൾ അതൊരു ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം ആകുമ്പോൾ കേണലിനാണ് ചേഞ്ച് വരുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ കേണലായിട്ട് അത് പല ദിവസം പല രീതി ഉപയോഗിക്കാറുണ്ട്. നമുക്കവിടെ എഫ് ഓഫ് എസ് ഈക്വൾ ടു
ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ടി ഡി ടി 1/√2π കൊടുക്കാറുണ്ട്, 1/2π ഒക്കെ കൊടുക്കാറുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ടി ഡി ടി എന്നുള്ളത് നമ്മളൊരു ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് എടുക്കാറുണ്ട്. അവിടെ കേണൽ അന്നേരം അവിടെ കെ ഓഫ് എസ് ടി എന്ന് പറയുന്നത് 1/√2π ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ടി ആണ്. ഐ ഈസ് ഈക്വൽ ടു √(-1). ഇവിടെ കേണൽ ഓഫ് ദി ട്രാൻസ്ഫോം എന്ന് പറയുന്നത് കെ ഓഫ് എസ് ടി ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ടി ആണ്. ഇ റേസ് ടു ഐ എസ് ടി. ഇവിടെ ഇന്റർവൽ എന്ന് പറയാൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് അവിടെ ഇന്റർവൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇന്റഗ്രൽ ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമുമായിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്റഗ്രൽ ട്രാൻസ്ഫോം. അത് കഴിഞ്ഞിട്ട് ഈ പല ട്രാൻസ്ഫോംസ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 ട്രാൻസ്ഫോം മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ സിലബസിലുള്ളത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ആപ്ലിക്കേഷൻ ലെവലിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പിന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷനായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് ഒരു ടൂളായിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ സോൾവിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ആ രീതിയിൽ ഇതിന് സയൻസിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലും ഒക്കെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ റിസർച്ച് ലെവലിലും ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഇതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതുപോലെ മറ്റ് മോഡൽസ്, മാത്തമാറ്റിക്കൽ മോഡൽസ് സോൾവ് ചെയ്യുന്നതിനൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് അങ്ങനെ ആപ്ലിക്കേഷൻ ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ സോൾവിങ്. അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്നുള്ളതാണ്. So, Laplace transform has many applications in the field of science and engineering എന്ന് പറയാം. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമിനും ഫോറിയർ സീരീസിനും വളരെയധികം ആപ്ലിക്കേഷൻസ് സയൻസിലും അതുപോലെ എഞ്ചിനീയറിംഗിലും ഉണ്ട്. സയൻസിൽ അത് ഇമേജ് പ്രോസസ്സിങ്ങിലും അതുപോലെ ഇമേജിനെ സൈൻ സീരീസും കൊസൈൻ സീരീസുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമും ഫോറിയർ സീരീസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇമേജ് പ്രോസസ്സിങ്ങിനും അതുപോലെ ഇമേജിൻ്റെ എഡിറ്റിംഗ് അങ്ങനെയുള്ള സംവിധാനത്തെല്ലാം ഫോറിയർ ട്രാൻസ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഫോറിയർ ട്രാൻസ്ഫോമിന് വളരെ മറ്റു പല ആപ്ലിക്കേഷൻസും ഉള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തായിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് വരികയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ആൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് ഡിസ്കസ് ചെയ്തു. ലാപ്ലേസ് ട്രാൻസ്ഫോമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ട്രാൻസ്ഫോമിനെ പ്രസന്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷനെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇവിടെ ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ലെറ്റർ എൽ ആണ്. എൽ, അതായത് ഈ രൂപത്തിൽ എഴുതും. സോ എൽ ഓഫ് എഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇവിടെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ഫംഗ്ഷൻ എഫ് ടി ആണ്. എഫ് ഓഫ് ടി ഇൻറ്റു അതിൻ്റെ കേണൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ആ കിട്ടുന്ന ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എസ് ആയിരിക്കും. അതിനെ നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ എസ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ആ ഇ റേസ് ടു മൈനസ് എസ് ടി ആണ് അവിടെ കേണലായിട്ട് മാറുന്നത്. ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് കേണലായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ എഫ് ഓഫ് എസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ പ്രൊവൈഡഡ് ദ ഇന്റഗ്രൽ എക്സിസ്റ്റ് എങ്കിലേ ആ ട്രാൻസ്ഫോം അവിടെ വാലിഡ് ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളിവിടെ ഇന്റഗ്രേഷന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് വേണമെന്ന് എന്ത് ചെയ്യാം, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസിനെ നമുക്ക് എന്തായിട്ട് മാറാം അവിടെ 0. ആ വാല്യൂ 0 ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക്
ഇവിടെ ഇൻ്റഗ്രേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അതവിടെ ഒരു കൺസെപ്റ്റാണ്. അതായത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആയിട്ട് എടുക്കണം. അതായത് ലിമിറ്റിംഗ് കേസിലാണ് അത് പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നങ്ങ് ചുരുക്കി എഴുതി പോവുകയാണ് സൗകര്യത്തിന്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ എല്ലാം നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് ഇൻഡിറ്റർമിനന്റ് ഫോം ആണെന്ന് വിചാരിച്ചളയരുത്. അപ്പോൾ അവിടെ നമുക്ക് 1/1 ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡ് റിസൾട്ടും എഴുതിയതിന് ശേഷമേ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് ആദ്യം എഴുതുന്നത് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ L(1) ഈസ് ഈക്വൽ ടു, ഇവിടെ ബൈ ഡെഫിനിഷൻ ഇന്റഗ്രൽ 0 to infinity 1 into e raised to minus st dt ആവും. 1 into e raised to minus st dt, അതാണ് L(1) ആയിട്ട് വരുന്നത്. ഇന്റഗ്രൽ e raised to minus st dt എന്ന് പറയുന്നത് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. e raised to minus st by minus s ആവും. 0 to infinity. ലിമിറ്റ് കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 0 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 by minus s ഉണ്ട് ഇവിടെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/s. അതാണ് ഫസ്റ്റ് L(1) എന്ന് പറയുന്നത്. L(1) ഈസ് ഈക്വൽ ടു 1/s ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എസ് പോസിറ്റീവ് ആയിരിക്കണം. എസ് പോസിറ്റീവ് ആയിരിക്കണം. ടി പോസിറ്റീവ് ആണ്. ടി ഈക്വൽ 0 to infinity ആണ് അവിടെ റേഞ്ച് ഓഫ് ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് ടി പോസിറ്റീവ് ആണ്. അപ്പോൾ എസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ അതവിടെ നോട്ട് ചെയ്യണം. എസ് ഗ്രേറ്റർ ദാൻ 0. എസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസിലാണ് നമുക്കിവിടെ 1/s എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുള്ള ഇൻ്റഗ്രലിനകത്ത് എസ് പോസിറ്റീവ് ആണെങ്കിൽ ഇ റേസ് ടി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുള്ള എക്സ്പോണന്റ് നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എസ് പോസിറ്റീവ് ആവണം. സോ ദ കണ്ടീഷൻ ഈസ് എസ് ഗ്രേറ്റർ ദാൻ 0. അതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ, അതായത് ഡിഫറൻസിയേഷനിലൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഓരോ 1/1 ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് കണ്ടുപിടിക്കും. അത് നമുക്ക് രണ്ടാമത് L(t(n) എത്രയാണെന്ന് നോക്കാം. L(t(n) എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity t(n) into e raised to minus st dt ആവും. t(n) into e raised to minus st dt. അവിടെ നമ്മൾ t(n) ഡബിൾ ഇൻ്റഗ്രൽ ആണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസ് ഫസ്റ്റ് ഫംഗ്ഷൻ t(n) ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ t(n) into e raised to minus st by minus s 0 to infinity minus integral of derivative of the first n into t raised to n minus 1 by into integral of the second e raised to minus st by minus s into dt വരും 0 to infinity. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് മൈനസ് എസ് ടി 0 ആവുന്നതുകൊണ്ട് അത് 0 ആവും. ലോവർ ലിമിറ്റ് കൊടുക്കും 0യും വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 0 വരും. 0 മൈനസ് സെക്കൻഡ് ഇൻ്റഗ്രൽ എന്നും മൈനസ് എസ് ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് എസ് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ അവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. n/s ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity t raised to n minus 1 into e raised to minus st dt എന്ന് വരും. t raised to n minus 1 into e raised to minus st dt. അപ്പോൾ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? n/s ഇൻറ്റു അടുത്ത് നമുക്കറിയാം അവിടെ n minus 1/s ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity t raised to n minus 2 into e raised to minus st dt എന്ന് വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ n-1 n-2 എക്സെട്ര n-(n-1) വരെ വരും. അത് 1 ആയിരിക്കും. സോ ഈക്വൽ ടു n/s ഇൻറ്റു n-1/s ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2/s ഇൻറ്റു 1/s ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e raised to 1 into e raised to minus st dt 1 into e raised to minus st
ഡി ടി ആയിട്ട് മാറും. അതായത് സക്സസീവായിട്ട് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയാൽ, അതായത് ഫസ്റ്റ് ഇൻ്റഗ്രലായിട്ട് കൊണ്ടിരിക്കുന്ന എൻ ബൈ എസ് ആണ്. അവിടെ വന്നിട്ട് ടി റേഷ്യോ എൻ മൈനസ് 1 ഇ റേഷ്യോ മൈനസ് എസ് ടി ഡി ടി വന്നു. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്യുമ്പോൾ എൻ മൈനസ് 1 ബൈ എസ് കൂടെ അവിടെ കിട്ടും. അപ്പോൾ എൻ ഇൻറ്റു എൻ ബൈ എസ് ഇൻറ്റു എൻ മൈനസ് 1 ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടി റേഷ്യോ എൻ മൈനസ് 2 ഇ റേഷ്യോ മൈനസ് എസ് ടി ഡി ടി. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് വാട്ട് എൻ ബൈ എസ് ഇൻറ്റു എൻ മൈനസ് 1 ബൈ എസ് ഇൻറ്റു എക്സെട്ര 2 ബൈ എസ് ഇൻറ്റു 1 ബൈ എസ് ഇൻറ്റു പിന്നെ ലാസ്റ്റ് വരുന്നത് 1 ഇൻറ്റു ഇ റേഷ്യോ മൈനസ് എസ് ടി ഡി ടി ആയിരിക്കും. അതായത് ടി ഡെറിവേറ്റീവ് ടി വരെ വരുമ്പോൾ 1 ഇൻറ്റു ഇ റേഷ്യോ മൈനസ് എസ് ടി ഡി ടി ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ ഇൻറ്റു അവിടെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 എന്ന് പറയാൻ 1 ബൈ എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n factorial by s raised to n plus 1 comma s greater than 0. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ Laplace transform of t raised to n is equal to n factorial by s raised to n plus 1 with the condition s greater than 0. അതുപോലെ നമ്മൾ e raised to at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നത് e raised to at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് LF e raised to at. LF e raised to at equal to integral 0 to infinity e raised to at into e raised to minus st dt. e raised to at into e raised to minus st dt. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ എക്സ്പോണൻ്റ് ആയിട്ട്, അതായത് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ടി മൈനസ് എസ് ടി എന്നുള്ളതിനെ മൈനസ് ഔട്ട് സൈഡ് എടുത്ത് എഴുതുന്നതാണ് ഒരു സൗകര്യം എന്ന് പറയുന്നത്. മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി ഡി ടി എന്ന് എഴുതണം. അതായത് ടി അപ്പോൾ എസ് മൈനസ് എ എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ, എസ് മൈനസ് എ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ലിമിറ്റ്, അപ്പർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എസ് മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം മൈനസ് ഓഫ് എസ് മൈനസ് എ നെഗറ്റീവ് ആവും. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം നമുക്കവിടെ 0 കിട്ടും. അല്ലെങ്കിൽ ആ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്തു. അപ്പോൾ എസ് മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 എന്നോ അല്ലെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള കണ്ടീഷൻ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ വിത്തിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ വരും. 1 ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ. അതാണ് എൽ ഓഫ് ഇ റൈസ് ടു എ ടി എന്ന് പറയുന്നത്. എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ വിത്ത് എസ് ഗ്രേറ്റർ ദാൻ എ. അത് ഇമ്പോർട്ടൻറ്റ്. എസ് ഗ്രേറ്റർ ദാൻ എ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതാണ് ഇവിടെ 3 സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മളിവിടെ കൈകാര്യം ചെയ്തു. ഒന്ന് LF1 എന്ന് പറയുന്നത് 1 ബൈ എസ്, LF ടി റേസ് എൻ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് എൻ, LF ടി റേസ് എൻ ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് എൻ. അടുത്ത LF ഇ റേസ് എ ടി എന്ന് പറയുന്നത് LF ഇ റേസ് എ ടി ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ പ്രൊവൈഡഡ് എസ് ഗ്രേറ്റർ ദാൻ എ. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തായിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ലീനിയർ പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്യും. ആ ലീനിയർ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ എച്ച് എ ടി, കോസ് എച്ച് എ ടി, അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതോടൊപ്പം തന്നെ സൈൻ എ ടി, കോസ് എ ടി എന്നുള്ള ഫംഗ്ഷൻസിൻ്റെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലീനിയർ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. Linear property of Laplace transform. അതായത് എൽ ഓഫ് എ ഇൻറ്റു F1t, എഫും ജിയും വേണമെങ്കിൽ ഉപയോഗിക്കാം, F1 F2 വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എ ഇൻറ്റു F1t പ്ലസ് ബി ഇൻറ്റു F2t ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഓഫ് F1t പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് F2t. അതാണ് ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
or the Laplace transformation is a linear transformation. ഇവിടെ നമ്മൾ പ്രൂഫിലേക്ക് വരുമ്പോൾ L of A into F1t plus B into F2t. By definition, ഇതിനെ നമുക്ക് integral 0 to infinity A into F1t plus B into F2t into e raised to minus st dt. ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ 0 to infinity, that is a into integral 0 to infinity f1t into e raised to minus st dt plus b into integral 0 to infinity f2t into e raised to minus st dt എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ, അതായത് ഈ മെയിൻ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ 0 to infinity a into f1t plus b into f2t into e raised to minus st dt എന്നുള്ള ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ഇൻറ്റു എൽ എഫ് f1t ആവും, പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് b ഇൻറ്റു എൽ എഫ് f2t ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അവിടെ ഇതാണ് ലീനിയർ പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോളോസ് ദി ലീനിയർ പ്രോപ്പർട്ടി ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ട്രാൻസ്ഫോം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുണ്ടായി. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിൻ്റെ കേണൽ, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിലെ പ്രധാനപ്പെട്ട രണ്ട് ട്രാൻസ്ഫോമുകളായ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫൊറിയർ ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ട്രാൻസ്ഫോംഡ് ഫംഗ്ഷനെ നമ്മൾ എൽ എന്നതിനോടെയും എൽ ഓഫ് എഫ് ഓഫ് ടി, എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഫസ്റ്റ് ദ ഫംഗ്ഷൻ ടു ബി ട്രാൻസ്ഫോംഡിൻ്റെ വേരിയബിളാണ് നമ്മൾ ടി ആയിട്ട് എടുക്കുന്നത്. അതിൽ ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ്റെ വേരിയബിളായിട്ട് നമ്മൾ എസ് ആണ് എടുക്കുന്നത്. അപ്പോൾ സ്മാൾ എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ റിസൾട്ടുകൾ നമ്മൾ ഡിറൈവ് ചെയ്തത് എൽ എഫ് 1 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആയിരിക്കും ഫോർ എസ് ഗ്രേറ്റർ ദാൻ 0. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n+1 ആയിരിക്കും ഫോർ എസ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു 1/s മൈനസ് എ ഫോർ എസ് ഗ്രേറ്റർ ദാൻ എ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തു. കൂടാതെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയർ പ്രോപ്പർട്ടി നമ്മൾ ഡിറൈവ് ചെയ്യുണ്ടായി. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതാണ് ലീനിയർ പ്രോപ്പർട്ടി അവിടെ ഹോൾഡ് ചെയ്യുന്നത്. ലീനിയർ പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൽ എഫ് a into f1t plus b into f2t is equal to a into l of f1t plus b into l of f2t. അതാണ് ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ലീനിയർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ തുടർന്നുള്ള സെക്ഷനിൽ നമുക്കിനി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കൂടി ഡിറൈവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകും. ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഫെമിലിയർ ആയതിനു ശേഷമേ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഒരു ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് കിട്ടുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷനെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫംഗ്ഷൻ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. അങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കൂടുതൽ റിസൾട്ടുകളും പ്രോബ്ലംസും നമ്മൾ ഡ്രൈവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.